Okay, we are going to start the class. Take the page number 7. Wait for your turn. Wait for your turn. എന്താ ഇവിടെ എഴുതിയിരിക്കുന്നത്? How can we read this? Wait for your turn. Once more. Wait for your turn. Ishanarke, do you want to say anything? മോനെ നിങ്ങൾക്ക് പറയാനുണ്ടോ? Yes. ഈ 8th പേജ് എടുത്തതാ. ഇനി 9 എടുക്കണ്ടേ? ഇനി 9 ആണ് എടുക്കേണ്ടത്. മിസ് ഏതായാലും 7 മുതൽ സ്റ്റാർട്ട് ചെയ്യാം മക്കളെ. ഓക്കേ. ഓക്കേ. അപ്പോ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വെയിറ്റ്. Can you wait for some time എന്ന് ചോദിക്കാറുണ്ട് അല്ലേ? വെയിറ്റ് പ്ലീസ്. ടീച്ചേഴ്സ് പറയാറുണ്ട്. നമ്മൾ ബുക്ക് ചെക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് ടീച്ചേഴ്സ് എന്ത് പറയും? വെയിറ്റ് ദർ അല്ലേ? കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക, കാത്തു നിൽക്കാൻ വേണ്ടി പറയും. വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കാത്തു നിൽക്കുക. വെയിറ്റ് ഫോർ യുവർ ടേൺ. യുവർ എന്ന് പറഞ്ഞാൽ എന്താ? യുവർ. യുവർ. ഇറ്റ്സ് യുവർ ബുക്ക്. ഇറ്റ്സ് യുവർ ബുക്ക്. ഓക്കെ, ഇറ്റ്സ് യുവർ ബുക്ക്. ഇത് നിങ്ങളുടെ ബുക്കാണ്. ഓർ ഇറ്റ്സ് യുവർ ബുക്ക്. ഇത് നിന്റെ ബുക്കാണ്. നിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ എന്നാണ് അല്ലേ യുവർ എന്ന വേർഡിന്റെ മീനിങ്. യുവർ. ഇറ്റ്സ് യുവർ ബുക്ക്. ഇറ്റ്സ് യുവർ പെൻ. ഓക്കെ, ഇറ്റ്സ് യുവർ ലാപ്ടോപ്പ്. മനസ്സിലായോ? എനിക്ക് ഏത് രീതിയിലാണ് ക്ലാസ് എടുക്കേണ്ടതെന്ന് അറിയില്ല. അപ്പൊ മക്കള് പറയാ. ഇന്ന് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അമ്മമാർക്ക് എനിക്ക് മെസ്സേജ് അയക്കാമേ. സ്പീഡ് കൂടുതലാണോ അതോ സ്ലോ ആയിട്ടാണോ ഞാൻ പോകുന്നത് എന്നുള്ള കാര്യം ഇന്ന് എനിക്കൊന്ന് മെസ്സേജ് അയച്ച് പറഞ്ഞാൽ നെക്സ്റ്റ് ക്ലാസ് മുതൽ ഞാനത് മേക്കപ്പ് ചെയ്യാൻ ശ്രമിക്കാം. ചിലപ്പോ ഞാൻ കുറച്ച് സ്പീഡ് ആയിരിക്കും, നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പൊ ഞാനത് ഡൗൺ ആയിക്കോളാം, സ്ലോ ഡൗൺ ചെയ്തേക്കാം. ഓക്കെ. അപ്പോ ഇവിടെ എന്തൊക്കെ പിക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്? ഇവിടെ എന്തൊക്കെയാ കാണാൻ പറ്റുന്നത് എന്റെ മക്കൾക്ക്? പറഞ്ഞേ. അവിടെ എന്തൊക്കെയാ പിക്ചർ നോക്കിയിട്ട് പറഞ്ഞ അവിടെ എന്തൊക്കെയാ കാണാൻ പറ്റുന്നതെന്ന്. എന്തൊക്കെയാ കാണാൻ പറ്റുന്നത്? ബിഫോർ ദാറ്റ് നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞില്ല. വെയിറ്റ് ഫോർ യുവർ ടേൺ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ടേൺ? ടേൺ എന്ന് പറഞ്ഞാൽ എന്താ? ടേൺ, അവസരം. ടേൺ അല്ലേ? നിങ്ങളുടെ അവസരത്തിനായി കാത്തു നിൽക്കുക. ദാറ്റ് ഈസ് വെയിറ്റ് ഫോർ യുവർ ടേൺ. വെയിറ്റ് ഫോർ യുവർ ടേൺ. എളുപ്പമാണ് ഇംഗ്ലീഷ് പഠിക്കാനേ. സിമ്പിൾ ആണ് പഠിക്കാൻ. ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ മതി. നിങ്ങൾ എല്ലാ സബ്ജക്റ്റും പഠിച്ചോളൂ. കേട്ടല്ലോ? അപ്പൊ വെയിറ്റ് ഫോർ യുവർ ടേൺ. ടേൺ എന്ന് പറഞ്ഞാൽ അവസരം. നിങ്ങൾ ഊഞ്ഞാലാടാറുണ്ടോ? ഉണ്ടോ? ഇല്ല. നിങ്ങൾ ഇവിടുന്ന് പാർക്കിൽ കളിക്കുന്ന സമയത്ത് ഒരുപാട് കുട്ടികളുണ്ട്. നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികൾ ഉണ്ടാവുമ്പോ നിങ്ങൾ എന്ത് ചെയ്യും? ലൈനായിട്ട് നിൽക്കും. എന്തിനു വേണ്ടിട്ടാ? നിങ്ങളുടെ ടേണിനായിട്ട് നിങ്ങൾ കാത്തു, നിങ്ങളുടെ അവസരത്തിനായി നിങ്ങൾ കാത്തു നിൽക്കും. ഓരോരാൾ മുമ്പിലുള്ള ഓരോരാളായിട്ട് കയറി ഇറങ്ങി പോകുമ്പോ പിന്നെ നമുക്ക് നെക്സ്റ്റ് ടേൺ നമ്മളുടേതാ അല്ലെ? നമ്മളും കയറി ഇറങ്ങി പിന്നെയും നമ്മൾ ഏറ്റവും ലൈനിന്റെ പുറകിൽ വന്ന് നിൽക്കും. എന്തിനു വേണ്ടിട്ടാ? നമ്മളുടെ ടേൺ ആവാൻ വേണ്ടിട്ടാ അല്ലെ? കളിക്കുന്ന സമയത്ത് ഊഞ്ഞാലാടുന്ന സമയത്ത് ഒരു 5 പ്രാവശ്യം നമ്മൾ എന്ത് പറയും? 5 പ്രാവശ്യം നീ ആടണേ, 5 പ്രാവശ്യം ഞാൻ ആടുന്ന് പറയും അല്ലെ? അപ്പൊ നമ്മൾ ആ അടുത്ത ഒരാൾ ആടുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യാ? വി ആർ വെയിറ്റ് ഫോർ യുവർ ടേൺ അല്ലെ? നമ്മൾ നമ്മുടെ ടേണിനായിട്ട് അവസരത്തിനായിട്ട് കാത്തു നിൽക്കുകയാണ്. ദാറ്റ് ഈസ് വെയിറ്റ് ഫോർ യുവർ ടേൺ. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ എന്റെ മക്കൾക്ക്? Say yes or no? Yes. Okay. ഇനി in this picture we can see 3 children are standing there. They are waiting for their turn. They are children. കുട്ടികൾ എന്നുള്ളതിന് എന്താ വേർഡ് മീനിങ്? വേർഡ് പറയും ഇംഗ്ലീഷില്. ചിൽഡ്രൻ, കുട്ടികൾ. ഓക്കെ, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ നമ്മൾ എന്താ പറയാ? ചിൽഡ്രൻ, കുട്ടികൾ. ഓക്കെ. ചൈൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? ചൈൽഡ്, CHILD, ചൈൽഡ് എന്ന് പറഞ്ഞാൽ കുട്ടി. ചിൽഡ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ. ചൈൽഡ് ആൻഡ് ചിൽഡ്രൻ വ്യത്യാസം മനസ്സിലാക്കണേ. ചൈൽഡ് എന്ന് പറഞ്ഞാൽ കുട്ടി, ചിൽഡ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ. ഓക്കെ.
Some children are standing there and they are waiting for their turn. ഈ പെൺകുട്ടി ഊഞ്ഞാലാടി കഴിഞ്ഞിട്ട് വേണം ഇവർക്ക് മൂന്നാൾക്ക് ഒരാൾക്ക് നെക്സ്റ്റ് ആടാൻ പോവാൻ വേണ്ടിട്ട്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇവൾ ആടി കഴിഞ്ഞിട്ട് വേണം അടുത്ത ആൾക്ക് ആടാൻ വേണ്ടിട്ട്. മനസ്സിലായില്ലേ? They are waiting for their turn. Yes. And a girl is swinging. ഒരു കുട്ടി ഊഞ്ഞാലാടുന്നുണ്ട് അല്ലേ? ഒരു പെൺകുട്ടി ഊഞ്ഞാലാടുന്നുണ്ട്. Girl is swinging. Swinging എന്ന് പറഞ്ഞാൽ എന്താ? ഊഞ്ഞാലാടുന്നതിന് എന്ത് പറയാ? Swinging എന്ന് പറയാ. Girl is swinging. A girl is swinging. A bird is flying there. समझना? Sit properly. Okay. A bird is flying. Can you see this? ഒരു പക്ഷി പറക്കുന്നുണ്ട് അല്ലേ? A bird. Bird എന്ന് പറഞ്ഞാൽ പക്ഷി. A bird is flying. Flying എന്ന് പറഞ്ഞാൽ എന്താ? പറക്കുക, പറന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അല്ലേ? A bird is flying. Okay. Okay, a cat is standing there near that children. അല്ലേ? ഒരു ക്യാറ്റ്, ഒരു പൂച്ച അവിടെ എന്റെ സൈഡിലായിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ ഗോഡ്വിൻ? A cat is standing there. മിസ് എല്ലാവരുടെയും പേര് വിളിക്കാത്തത്. ഒരുപാട് കുട്ടികളില്ലേ? ഈ അനങ്ങിക്കൊണ്ടിരിക്കുന്ന കുട്ടികളാണ് മിസ് വിളിക്കുന്നത്. കേട്ടല്ലോ? A cat is not standing, that is sitting. A cat is sitting near that children. A cat is sitting near that children. Okay. മനസ്സിലായല്ലോ? മനസ്സിലായില്ലേ അത്രയും കാര്യങ്ങള്? Okay, this is a talk about page, talk about things like what are the children doing? Are they happy? Okay. അപ്പൊ നമുക്കത് ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞില്ലേ നമ്മള്? വെയിറ്റ് ഫോർ യുവർ ടേൺ. നിങ്ങൾക്ക് അറിയാം അത് എന്താണെന്നല്ലേ? അല്ലേ? ഇനി അതിൽ ഡൗട്ട് ഇല്ലല്ലോ? അത്രയും കാര്യങ്ങളാണ് ആ പേജിൽ പറഞ്ഞു തരാൻ വേണ്ടിട്ടുള്ളത്. ഓക്കെ, ഡു യു ഹാവ് എനി ഡൗട്ട്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്റെ മക്കൾക്ക്? ഡു യു ഹാവ് എനി ഡൗട്ട്? നോ. വെരി ഗുഡ്. Then take the next page. Page number 8. Page number 8 എടുത്ത എന്റെ മക്കള്. Page number 8. Yes, okay. നോക്കാ, ഇവിടെ ബ്ലൂ ഇങ്കിൽ എഴുതിയിരിക്കുന്നത് മിസ് വായിക്കാം. കൈ തൊട്ട് വായിക്കണേ. ഓക്കെ. ഓക്കെ, ജസ്വൽ ബിനു. ഓക്കെ, ബുക്ക് നോക്കിയിരിക്കണം മോനെ. In some words we use two O's together. What do you mean by together? Together എന്ന് പറഞ്ഞാൽ എന്താ? ഒരുമിച്ച്. Together എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുമിച്ച്. വേർഡ് മീനിങ് അറിയില്ലെങ്കിൽ അമ്മമാരോടൊന്ന് ഹെൽപ്പ് ചെയ്തിട്ട് എഴുതി വെക്കാൻ പറയണേ. Together എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരുമിച്ച്, ഒന്നിച്ച് എന്നാണ് മീനിങ്, മലയാളം മീനിങ്. Together. ഓക്കെ. അപ്പോ in some words എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ചില വേർഡ്സില്, കുറച്ച് വേർഡ്സില്. ഓക്കെ. In some words we use, we എന്ന് പറഞ്ഞാൽ നമ്മൾ, we use two, two O's together. ചില വേർഡ്സ് എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? രണ്ട് O അടുപ്പിച്ചെഴുതും, അതായത് ഒരുമിച്ച് എഴുതും. O അടുത്തടുത്തായിട്ട് എഴുതും. അതേ ഇവിടെ പറഞ്ഞുള്ളൂ. ചില വേർഡ്സ് എഴുതുന്ന സമയത്ത് നമ്മള് രണ്ട് O ഒരുമിച്ച് എഴുതും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. In some words we use two O's together. For example, ഒന്നാമത്തെ പിക്ചർ എന്താണ്? Can you read it? ഇത് വായിക്കാൻ പറ്റുമോ എന്റെ മക്കൾക്ക്? What is this? ക്ലാസ്സിൽ ശ്രദ്ധിക്കണേ. നല്ല മക്കളാണെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ, UKG കുട്ടികൾ. നോക്കട്ടെ. Okay, Vaishnav PU. Sit properly, please. And Adal Cyril, Ashin, Angel Maria, Adinath, please turn on your video. Do not turn off your video while the class, okay? Class നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്ലാസ്സിന്റെ ഇടയ്ക്ക് നിങ്ങൾ വീഡിയോ ഓഫ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇവിടെ നോക്കിക്കോ. ഫസ്റ്റ് പിക്ചർ, ദാറ്റ് ഈസ് ബുക്ക്. ഒന്ന് നിങ്ങളുടെ കൈയോ പെൻസിലോ ഒന്ന് തൊട്ട് വായിച്ചേ എന്റെ മക്കളെ. വായിച്ചേ. ബുക്ക്. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് എ ബുക്ക്. Book. B-O-O-K. What is the spelling of book? B-O-O-K.
We wrote 2 O's together. നമ്മൾ 2 O അടുത്തടുത്ത് എഴുതിയിട്ടുണ്ട് അല്ലേ? അല്ലേ? ബുക്ക് കഴിഞ്ഞിട്ട് ബി കഴിഞ്ഞിട്ട് നമ്മള് 2 O എഴുതിയില്ലേ? 2 O ഒരുമിച്ച് എഴുതിയില്ലേ? BOOK, book. Okay. Next, moon. What is the spelling of moon? Moon. MOON. എന്റെ കൂടെ പറഞ്ഞേ. MOON. Moon. അവിടെ നമ്മൾ എത്ര O എഴുതി? എമ്മിന് ശേഷം നമ്മൾ 2 O അടുത്തടുത്ത് എഴുതി അല്ലേ? അല്ലേ? അപ്പൊ ബുക്കിന് നമ്മൾ 2 O അടുത്ത് എഴുതി, മൂണിനും എഴുതി. ഇനി തേർഡ് വൺ, wool. Okay, Christy Joseph. Wool. Say with me. എന്റെ കൂടെ പറഞ്ഞേ. Wool. Okay. അപ്പൊ book. Say with me. Book, Kashinad. Moon and wool. Okay. All stand up. All stand up. Okay. Are you sleeping there? Giona Teresa, stand up please. എഴുന്നിട്ടുണ്ട് എന്റെ മോള്? Yes, yes. Okay, sit down. Okay. ഉഷാറായിട്ടിരിക്കണേ. ഇങ്ങനെ ഇരുന്നാ പോരാ കേട്ടോ ക്ലാസ്സില്. Okay. First word, book, moon and wool. ആർക്കെ പറയാൻ പറ്റാ മിസ്സിന്റെ കൂടെ? സൗണ്ടിൽ ആരെയാ പറഞ്ഞു കൊടുക്കുക ക്ലാസ്സിൽ എല്ലാവർക്കും? ആരാ പറഞ്ഞു കൊടുക്ക? ഇഷാൻ ആർക്കെ കൈ പൊക്കിയിട്ടുണ്ട്. ഒരാളൊക്കെ മിസ്സിന് വിളിക്കാൻ പറ്റുവേ, നോക്കണേ. ഒച്ചത്തിൽ വായിച്ചു കൊടുത്തേ. വെരി ഗുഡ്. ബുക്ക്, മൂൺ ആൻഡ് വൂൾ. ഓക്കെ. അപ്പൊ നമ്മൾ ഒന്നാമത് പറഞ്ഞ കാര്യം, ചില വേർഡ്സ് എഴുതുന്ന സമയത്ത് നമ്മൾ 2 O അടുപ്പിച്ച് എഴുതാറുണ്ട്, ഒന്നിച്ച് എഴുതാറുണ്ട്. ഇനി ചില വേർഡ്സിൽ നമ്മള് 2 E അടുത്തടുത്ത് എഴുതാറുണ്ട്. നമ്മൾ പറഞ്ഞു ചില വേർഡ്സ് എഴുതുന്ന സമയത്ത് നമ്മൾ 2 O ആണ് അടുപ്പിച്ച് എഴുതുന്നത്. ഇനി ചില വേർഡ്സ് എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? 2 E ആണ് അടുത്തടുത്ത് എഴുതുക. 2 E ആണ് അടുത്തടുത്ത് എഴുതുക. വാട്ട് ഈസ് ദ സ്പെല്ലിംഗ് ഓഫ് ട്രീ? ട്രീന്റെ സ്പെല്ലിംഗ് എന്താ? ട്രീന്റെ സ്പെല്ലിംഗ് അറിയുന്നവരൊന്ന് കൈവക്കിയേ. അയോൺ സബിൻ പറഞ്ഞ അയോൺ സബിന് ട്രീന്റെ സ്പെല്ലിംഗ് അറിയാം, ഒന്ന് പറഞ്ഞേ അയോണെ. എത്ര E എഴുതി നമ്മൾ അവിടെ? 2 E എഴുതി അല്ലേ? അപ്പൊ നോക്കിയേ. സോറി, എന്റെ മുന്നിൽ കുറച്ച് നിങ്ങൾക്ക് ഓ വെച്ചിട്ടുള്ളതുണ്ട് അല്ലേ? ഇത് കഴിഞ്ഞിട്ട് പറയാം. അപ്പൊ 2 E അടുത്തടുത്ത് എഴുതുന്ന വേർഡ്സ് ഏതൊക്കെയാന്ന് പറഞ്ഞു തരട്ടെ മിസ്? ഒരുപാട് വേർഡ്സ് ഉണ്ടാവും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നത്. ഫസ്റ്റ് വൺ, ബി. വാട്ട് ഈസ് ദ സ്പെല്ലിംഗ് ഓഫ് ബി? ബീന്റെ സ്പെല്ലിംഗ് എന്താ? BEE. That is B. Okay, B. B എന്ന് എഴുതുമ്പോൾ നമ്മൾ എത്ര E എഴുതി? ബി കഴിഞ്ഞിട്ട് 2 E എഴുതി അല്ലേ? നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ ഒക്കെ സ്പെല്ലിംഗ് പഠിച്ചിട്ട് വരണേ, മിസ് എഴുതിപ്പിക്കൂട്ടാ. ഓക്കെ. ഇനി the spelling of tree is tree. TREE. അവിടെ നമ്മൾ എത്ര E അടുത്ത് എഴുതി? TREE. ഓക്കെ, tree. ഇനി sheep. Sheep. The spelling of sheep is SHEEP. അവിടെ നമ്മൾ എത്ര E എഴുതി? 2 E അടുത്തടുത്ത് എഴുതി അല്ലേ? sheep. 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 that is sheep. മനസ്സിലായോ? അപ്പൊ നമ്മൾ കുഞ്ഞു കാര്യമാണ് പഠിച്ചത്. ചില വേർഡ്സിൽ നമ്മൾ ഓ അടുത്തടുത്ത് എഴുതാറുണ്ട്, ചില വേർഡ്സിൽ നമ്മൾ E അടുത്തടുത്ത് എഴുതാറുണ്ട്, ഒന്നിച്ച് എഴുതാറുണ്ട്. അത്രേ ഉള്ളൂ വ്യത്യാസം. മനസ്സിലായല്ലോ എന്റെ മക്കൾക്ക്? അവിടെ നോക്കിയ ഒരു സെന്റൻസ് ഉണ്ട്. My father has a green jeep. My father has a green jeep. എന്റെ അച്ഛൻ ഒരു ഗ്രീൻ കളറുള്ള, ഗ്രീൻ ഏതാ കളർ? പച്ചയാണ് അല്ലേ?
അപ്പൊ എന്റെ അച്ഛന് പച്ച കളറുള്ള ഒരു ജീപ്പ് ഉണ്ട് എന്നാണ് ആ സെന്റൻസിന്റെ മീനിങ്. മൈ ഫാദർ, എന്റെ ഫാദർ, എന്റെ അച്ഛന്. ഓക്കെ, മൈ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ. ദിസ് ഈസ് മൈ പെൻ, ഇത് എന്റെ പേനയാകുന്നു. ദിസ് ഈസ് മൈ പെൻ, ഇത് നിങ്ങളുടെ, ഇത് എന്റെ പെൻസിൽ ആണെന്ന് എങ്ങനെ പറയാ ഇംഗ്ലീഷില്? ദിസ് ഈസ് മൈ പെൻസിൽ. എങ്ങനെ പറയാ? ദിസ് ഈസ് മൈ പെൻസിൽ. ഓക്കെ, നോക്കാം. മൈ ഫാദർ ഹാസ് എ ഗ്രീൻ ജീപ്പ്. അല്ലെ, ഗ്രീൻ എന്നുള്ള വീട് നോക്കി, അവിടെ അവിടെ നോക്കിയേ, അവിടെ സ്പെസിഫിക് ആയിട്ട് ഒരു കളറിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ, പിങ്ക് കളറിൽ കൊടുത്തിട്ടുണ്ട് ഗ്രീൻ. ഗ്രീൻ എഴുതുമ്പോ 2 ഇ വരുന്നുണ്ട്, നോക്കിയേ. GREEN, that is green. ഗ്രീൻ. ഗ്രീൻ എന്ന് എഴുതുമ്പോ എത്ര ഇ വന്നു മക്കളെ? ഗ്രീൻ 2 ഇ വന്നു അല്ലെ. അതുപോലെ ജീപ്പ്, ജീപ്പ്, ജീപ്പ് എന്ന് എഴുതുമ്പോ എത്ര ഇ വന്നു? ജീപ്പ് എന്നുള്ള വേർഡിന് 2 ഇ വന്നു അല്ലെ. JEEP, that is jeep. Nigel, what are you doing there, Nigel? Okay, അപ്പൊ നോക്കി മക്കളെ, ജീപ്പിന്റെ സ്പെല്ലിംഗ് എന്താ? JEEP, ജീപ്പ്. ഇനി നെക്സ്റ്റ് സെന്റൻസ്, രണ്ടാമത്തെ സെന്റൻസ് നോക്കിയേ. പാരന്റ്സ് അടുത്തുണ്ടാവും വിചാരിക്കുന്നേ. മിസ് ഇങ്ങനെ കാണിച്ചു തരാം, മറന്നു പോകുന്നു മിസ്. The sheep is near the queen. The sheep is near the queen. Okay, the sheep. What is the spelling of sheep? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? SHEEP. എത്ര ഇ ഉണ്ട് അതില്? 2 ഇ ഉണ്ട്. ഇനി the sheep is near the queen. ആരെ ക്വീൻ? രാജ്ഞിയാണ് അല്ലേ, ക്വീൻ. The spelling of queen is QUEEN. അവിടെയും എന്തുണ്ട്? ആ വേർഡിലും എന്തുണ്ട്? 2 ഇ ഉണ്ട് അല്ലേ. ക്വീൻ അല്ലേടോ? പറഞ്ഞു താമസിന്. എത്ര ഇ ഉണ്ട് അവിടെ? എത്ര ഇ ഉണ്ട് അവിടെ? ഒന്ന് പറയടോ. 2 ഇ ഉണ്ട് അല്ലേ. വെരി ഗുഡ്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞില്ല. ഇനി ലുക്ക് അറ്റ് ദ കുക്ക്. ലുക്ക് ഇവിടെയാണ് മിസ് പറയുന്നത്. ഈ 2 സെന്റൻസ് മിസ് പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ മക്കൾ നോക്കുക. ലുക്ക് അറ്റ് ദ കുക്ക്. ലുക്ക്, ദ വേർഡ് ഈസ് ലുക്ക്. ലുക്ക് എന്നുള്ള വേർഡിൽ എത്ര ഓ ഉണ്ട്? 2 ഓ ഉണ്ട് അല്ലേ. ലുക്ക് അറ്റ് ദ കുക്ക്. ലുക്ക് അറ്റ് ദ കുക്ക്. കുക്ക് എന്നുള്ള വേർഡിനോ? കുക്ക്, COOK, കുക്ക്. എത്ര ഓ ഉണ്ട് അവിടെ? 2 ഓ ഉണ്ട്. കുക്ക്. ഇനി ബ്രിങ് ദ സ്പൂൺ ഫ്രം ദ റൂം. ബ്രിങ് ദ സ്പൂൺ. സ്പൂൺ, ആ വേർഡ് നോക്കിയ. സ്പൂൺ എന്നുള്ള വേർഡിൽ എത്ര ഓ കാണാൻ പറ്റുന്നുണ്ട്? എത്ര ഓ ഉണ്ട് അവിടെ കാശിനാഥ്? എത്ര ഓ ഉണ്ട്? 2 ഓ ഉണ്ട് അല്ലേ. സ്പൂൺ എന്നുള്ള വേർഡിൽ 2 ഓ ഉണ്ട്. ഇനി bring the spoon from the room. Listen here. room എന്നുള്ള വേർഡിന് എത്ര ഓ ഉണ്ട്? 2 ഓ ഉണ്ട് അല്ലേ. room. ഓക്കെ, അത്രയും കാര്യം മനസ്സിലായോ എന്റെ മക്കൾക്ക്? മനസ്സിലായല്ലോ? book, moon, wool, look, cook, spoon, room. Next, bee, tree, sheep, green, jeep, sleep and queen. Speed ആയോ മിസ്? സ്പീഡ് ആയോ മിസ് പഠിപ്പിക്കുമ്പോ? സത്യം പറഞ്ഞാ മതിയേ, കുഴപ്പമില്ല. സ്പീഡ് കുറയ്ക്കാനാണ് മിസ്സിന്. സ്പീഡില്ല അല്ലെ. അപ്പൊ ഇത്രയും കാര്യം ഇന്ന് പഠിപ്പിച്ച കാര്യം എന്താ മക്കൾക്ക് മനസ്സിലായോ? ഇന്ന് പഠിപ്പിച്ചത് മനസ്സിലായോ? മനസ്സിലാവാത്തവരുണ്ടോ? മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ടല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് വേണ്ടേ? ഹോംവർക്ക് അല്ല, നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ഒരു എന്ത് വേണമെന്ന് അറിയോ?
ഏതൊക്കെ വേർഡ്സ് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ സ്പെല്ലിംഗ് പഠിക്കേണ്ടത്? ഫസ്റ്റ് വൺ ബുക്ക്, സോറി ബുക്ക്. നെക്സ്റ്റ് മൂൺ. നെക്സ്റ്റ് വൂൾ. നമ്മൾ ഇന്ന് പഠിച്ച വേർഡ്സ് ഒക്കെയാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെ ഡിക്റ്റേഷന്. ലുക്ക്, കുക്ക്, സ്പൂൺ, റൂം, ബി, ട്രീ, സ്ലീപ്, ഗ്രീൻ, ജീപ്പ്, ഷീപ്പ്, ക്വീൻ. അപ്പൊ മിസ് ഡിക്റ്റേഷൻ പറയുമ്പോ ബുക്ക് ലുക്ക് എന്ന് പറഞ്ഞു തരില്ല. മിസ് എന്താ പറയാ? രണ്ട് ഓ അടുത്തടുത്ത് വരുന്ന 5 വേർഡ്സ് അല്ലെ 3 വേർഡ്സ് എഴുതാൻ പറയും. അപ്പൊ എന്റെ മക്കൾ എന്ത് വേണം? അത് ആ രീതിയിൽ പഠിച്ചിട്ട് വരിക. ഓക്കെ, മനസ്സിലായല്ലോ? എക്സാമിന് എന്റെ മക്കൾക്ക് അങ്ങനെയാ ക്വസ്റ്റ്യൻ വരിക കേട്ടോ. Then നെക്സ്റ്റ് പേജ് എന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓവർലോഡ് ആവുമോ? നെക്സ്റ്റ് പേജ് പഠിപ്പിക്കട്ടെ? എന്നാല് നെക്സ്റ്റ് പേജ് പഠിപ്പിക്കട്ടെ അതോ ഇന്നത്തെ ക്ലാസ് ഇത്രയും മതിയോ? ഇല്ല ഇപ്പൊ പഠിപ്പിച്ച കാര്യം വീണ്ടും ഒന്നുകൂടി പറഞ്ഞു തരണോ? എന്താ വേണ്ടേ? നെക്സ്റ്റ് പേജ് എടുക്കണം എന്നുള്ളത് ഒന്ന് കൈ കാണിച്ചേ. നെക്സ്റ്റ് പേജ് പഠിപ്പിച്ചു തരണം എന്ന് പറയുന്നവര്. നെക്സ്റ്റ് പേജ് പഠിപ്പിക്കണം എന്നുള്ളവര് പഠിപ്പിക്കണ്ട. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത് മതിയോ? പാരന്റ്സിന് പറയാം, ഞാൻ ആദ്യമായിട്ടാണ് UKG പഠിപ്പിക്കുന്നത്. ഞാൻ അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ തരാം. മിസ് ഈ 8 പേജ് വരെ പഠിപ്പിക്കുകയും ചെയ്തു, എഴുതിക്കുകയും ചെയ്തായിരുന്നു നോട്ടിലേ. അതെയാ? പിന്നെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ പറഞ്ഞായിരുന്നേ. അപ്പൊ അതുവരെ ഇവര് നോട്ട് ബുക്കിന് കോപ്പിയില് എഴുതിയിട്ടുണ്ട്. 4 ലൈൻ നോട്ടില് എഴുതിയിട്ടുണ്ട്. എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ സാധാരണ എഴുതിച്ചിട്ട് അങ്ങനെ പഠിപ്പിക്കാൻ ചെയ്യുന്നേ. ക്ലാസ്സിൽ തന്നെ എഴുതിപ്പിക്കാറുണ്ടോ? ക്ലാസ്സിൽ തന്നെ എഴുതിപ്പിക്കലാണ്. പിന്നെ അവര് പറഞ്ഞു എഴുതലാണ് കുട്ടികള്. അതെ അല്ലേ? അപ്പൊ അതുപോലെ ഈ ഇതൊക്കെ എഴുതിച്ചായിരുന്നു. അതിങ്ങനെ ഫസ്റ്റ് ലൈനിൽ എഴുതിച്ച ഒരു പേജ് ഇങ്ങനെ എഴുതിക്കാനാണ് സാധാരണ ഹോംവർക്ക് കൊടുക്കുന്നത്. അതെ അല്ലേ? അങ്ങനെയാ കൊടുക്കുന്നത്. പിന്നെ അത് പഠിക്കുമല്ലോ. അതെയാ? പിന്നെ ആ ഒരു ക്ലാസ് കഴിയുമ്പോ അത് പിന്നെ ഇവരെ വായിപ്പിക്കുക ചെയ്യുന്നത് ഓരോരുത്തരായിട്ട് ഓരോരോ ക്ലാസ്സിൽ. അതെ അല്ലേ? മൺഡേ 2 ക്ലാസ് ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ കുറച്ചും കൂടി ഇവർക്ക് മനസ്സിലാവുമല്ലോ. എഴുതുകയും ചെയ്യുമ്പോ അന്നു പഠിപ്പിച്ച ആ വാക്കുകൾ 5 വാക്കായാലും അത് ഡിക്റ്റേഷൻ പിറ്റത്തെ ക്ലാസ്സിന് ഇടുക ചെയ്യുന്നത്. അതെ അല്ലേ? അങ്ങനെയാണ്. അപ്പൊ ഇന്നത്തെ ഒരു കേട്ടില്ല, ഞാൻ കേട്ടില്ല. ഒരു 6 വേർഡ് എല്ലാം ആയിട്ട് ജീപ്പ് അങ്ങനെയുള്ള വാക്കുകൾ ഡിക്റ്റേഷൻ ഇന്നെങ്കിൽ പറഞ്ഞതാ. ഓ, ഇന്നത്തേക്ക് ഡിക്റ്റേഷൻ പറഞ്ഞതാണോ? അതെ അല്ലേ? കുഴപ്പമില്ല, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നോക്കാം. ക്ലാസ് തുടങ്ങുന്നതിന്റെ ഡിക്റ്റേഷൻ കഴിഞ്ഞ് തുടങ്ങുന്നതാണ് ഇവർക്ക്. അതെ അല്ലേ? ഞാനൊന്ന് വിളിച്ചേക്കാമേ. അത്രയും വാക്കുകൾ അങ്ങനെയാകുമ്പോ പിന്നെ ഒരു വായിപ്പിക്കലൊക്കെ കഴിയുമ്പോ മനസ്സിലാവുമല്ലോ. അതെ, ആയിക്കോട്ടെ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ഞാൻ അതുപോലെ എന്താ എനിക്കിപ്പോ ഒരു ഐഡിയ കിട്ടിയല്ലോ ക്ലാസ്സിനെ കുറിച്ചിട്ട്. അല്ല ഓക്കെ, ശരിയായിട്ട്. അതെ. ഇനി അപ്പൊ ഞാൻ എന്താ വേണ്ടത്? അപ്പൊ മക്കളെ കൊണ്ട് വായിപ്പിച്ചു നോക്കാം അല്ലേ? ഓക്കെ.
ഓക്കെ, ജിയോണ തെരേസ ഒന്ന് വായിക്കാമോ? മിസ് ഇന്ന് പഠിപ്പിച്ച കാര്യം, ഇന്ന് എടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തൊന്ന് വായിക്കാമോ? ബുക്ക് കൈ തൊട്ട് വായിക്കണേ. ആ, വൂൾ, ബുക്ക്, മൂൺ, വൂൾ. ഓക്കെ, നെക്സ്റ്റ് സെന്റൻസ് വായിക്കാൻ പറ്റുമോ? സെന്റൻസ് വായിക്കാനായിട്ടുണ്ടോ എന്റെ മക്കളെ? That is look. എങ്ങനെയാ വായിക്കുക? Look. Look. At. At. Adda. The. The cook. Book. Cook. That is cook. Okay. Drink. വായിച്ചാൽ മതി മോനെ. സ്പെല്ലിംഗ് വീട്ടിൽ പറഞ്ഞു പഠിച്ചോ? Bring. Food. Friend. Brother. Room. Okay, enough. Madi. Next. ഒന്ന് വായിച്ചേ പാർവണേ. വായിക്കേ, സൗണ്ടിൽ വായിക്കേ. Sheep. Green. Sheep and queen. Okay. Queen. Okay. Next. Edwin Joseph. Unmute ചെയ്യാമോ? Edwin. Next, Bhavayami. From beginning. B-O-O-K. Book. M-O-O-N. Moon. W-O-O-L. Wool. L-O-O-K. Look. C-O-O-K. Book. S-P-O-O-N. Spoon. R-O-O-M. Room. ഹലോ മിസ്സേ. പറഞ്ഞോ. ഹലോ മിസ്സേ, ഇത് ഒരു പ്രാവശ്യം ഈ പേജ് എടുത്തത് കൊണ്ടാണ് ഇവർ ഇത്രയും മിസ് ഇത്രയും വായിച്ചപ്പോ വേഗം തിരിഞ്ഞത്. അപ്പൊ എടുക്കാൻ ഇത്രയും സ്പീഡില് വേണമെന്നില്ല. പിന്നെ ക്ലാസ്സിൽ തന്നെ ഇങ്ങനെ എഴുതിക്കോന്ന് പറയുന്നതിനോട്
കേൾക്കുന്നില്ല ചേച്ചി. നമുക്ക് ഹലോ കേൾക്കുന്നില്ലേ? ഇല്ല, ഒന്നുകൂടി പറയാമോ? പറഞ്ഞോ. ക്ലാസ്സിൽ നമുക്ക് ഇന്നലെ വരെ ക്ലാസ്സിൽ തന്നെ കുറെ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ട് അങ്ങനെയാ ഉണ്ടായത്. അങ്ങനെ വേണമെന്നില്ല, കാരണം ടെക്സ്റ്റ് നമ്മളെ കയ്യിലുണ്ടല്ലോ. മിസ് ഇപ്പൊ എടുത്ത പോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന നമുക്ക് ഇഷ്ടം. കാരണം അങ്ങനെ പറയുമ്പോഴത്തേക്കും വൃത്തി മനസ്സിലാകുന്നതുകൊണ്ട് മിസ് തന്നെ കുറെ പ്രാവശ്യം വായിക്കുമ്പം ഇവർക്കും വായിക്കാനും കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ജസ്റ്റ് അങ്ങനെ പറഞ്ഞു പോകുന്നതിനേക്കാളും ഒരു സുഖമുണ്ട്. നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു മിസ്സിന്റെ ക്ലാസ്. കേട്ടില്ല ഞാൻ. അപ്പൊ ഇതുപോലെ പോണെന്നാ പറഞ്ഞത്? ഇതേപോലെ തന്നെ പോയാൽ മതി. ഇപ്പൊ പിന്നെ എന്താ, ക്ലാസ്സിൽ തന്നെ നോട്ട് എഴുതിക്കണം എന്ന് ഇല്ല. ക്ലാസ് തന്നെ നോട്ട് എഴുതിക്കണം എന്നില്ല. ഇപ്പൊ മിസ് ഇപ്പൊ പറഞ്ഞില്ലേ ഇന്ന വേർഡ്സ് പഠിച്ചാൽ മതിയെന്ന്. അപ്പൊ അത് എന്തായാലും നമ്മുടെ കയ്യിലുണ്ട്, നമുക്ക് എഴുതാനും പറ്റും. നോക്കി എഴുതിയാൽ മതിയല്ലോ. അപ്പൊ അങ്ങനെ തന്നെയാണെങ്കിൽ ഇപ്പൊ കുറച്ചും കൂടി ഇവർക്ക് ആ വേർഡ്സ് എല്ലാം കിട്ടുന്നുണ്ട്. കാരണം മിസ് തന്നെ സ്ട്രെസ് ചെയ്ത് ഒരുപാട് പ്രാവശ്യം ഇപ്പൊ പറഞ്ഞു. അത് നമുക്ക് അങ്ങനെ ആവുമ്പോ കുറച്ചും കൂടി ഒരു എളുപ്പമുണ്ട്. അതെ അല്ലേ? ഓക്കെ, എന്നാ ഞാൻ നോക്കാമേ. നെക്സ്റ്റ് ക്ലാസ്സിലാണ് ഇതുപോലെ പോവാ അല്ലേ? നിങ്ങൾക്ക് ക്ലാസ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാം, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണൽ ആയിട്ട് ഒന്ന് പറഞ്ഞു തരാം എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന്. ക്ലാസ് കഴിഞ്ഞിട്ട് വിളിക്കാം. ഓക്കെ, ശരി എന്നാല്. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെന്നാ ക്ലാസ് വൈൻഡപ്പ് ചെയ്താലോ ഇന്നത്തെ? ഓക്കെ, shall we wind up the class? Bye. See you in the next class. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം അല്ലേ? അപ്പൊ മിസ് പറഞ്ഞതെല്ലാം പഠിച്ചിട്ട് വരണേ. ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണല്ലേ, ഒന്നും കൂടി പഠിക്കാം. ഓക്കെ, ബൈ.